പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ വാഴത്തോപ്പിൽ അപകടങ്ങൾ പതിവാകുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസത്തേതുൾപ്പെടെ ചെറിയ ഇടവേളയിൽ ഉണ്ടായത് 6ഓളം അപകടങ്ങളാണ്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വാഴത്തോപ്പിന് സമീപമുള്ള സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു അപകട മേഖലയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു അപകടമുണ്ടായി. തലനാരിഴയ്ക്കാണ് ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്നുള്ളതാണ് ആശ്വാസകരമായിരിക്കുന്ന കാര്യം. ഈ കാണുന്നത് പോലെ തന്നെ പുതുക്കിപ്പണിതതിന് ശേഷം വളരെ വീതിയുള്ള റോഡുണ്ട്, വാഹനങ്ങൾക്ക് വളരെ വേഗത്തിൽ പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ റോഡിനെ കുറിച്ച് കൃത്യമായ ധാരണയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ വളവുകളെ കുറിച്ച് ധാരണയില്ലാത്തതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ അപകടം നടന്നിരിക്കുന്ന വാഴത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അടുത്തായി തന്നെ ഏകദേശം ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ 4ലധികം അപകടങ്ങൾ നടന്നു എന്നുള്ള കാര്യമാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഒരു ബസ്സിന്റെ കംപ്ലൈന്റ് എന്നാ ആൾക്കാരെല്ലാം പറയുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാറ് റോങ് സൈഡിലൂടെ കയറി വന്നയാ നിർത്തി അപകടമൊക്കെ ഉണ്ടായി. വലിയൊരു അപകടമായിരുന്നു. ബസ്സിന്റെ ടയറൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനെ മതിലെ വന്നിടിച്ച് വണ്ടി കയറിയത്. കഴിഞ്ഞ ദിവസത്തെ അപകടം നടന്ന സ്ഥലമാണ്. ആ വാഹനമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മുൻവശം ആകെ തകരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തെ സ്ഥലത്തെ മതിലിലേക്ക് ബസ് ഇടിച്ചു കയറി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഒരു അപകടം ഉൾപ്പെടെ ഒഴിവായെന്നുള്ളതാണ് ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആളുകൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ രാവിലെയൊക്കെ പലപ്പോഴും ഈ ഉറക്കക്ഷീണത്തോടുകൂടെയൊക്കെ വാഹനം ഓടിക്കുന്നതും ഇത്തരത്തിൽ അപകടത്തിന് കാരണമായെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്തിൽ നിന്നുമാണ് ഇവിടേക്ക് വന്നത്. ഇതിനു മുൻപും ഇവിടെയുള്ള പല ആളുകളും അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞൂടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുവഴി പോയപ്പോഴാണ്. അന്ന് ചെറിയ മഴയുള്ളത് കൊണ്ട് ഓവർടേക്ക് ചെയ്തൊരു വാഹനം ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല, സ്കിഡ് ചെയ്ത് നിരങ്ങി വന്ന് എൻ്റെ വാഹനത്തിൽ ഇടിച്ചു. ഞാൻ ഭാഗ്യത്തിനാണെന്ന് രക്ഷപ്പെട്ടത്. സൈഡിൽ കല്ലട ആറായിരുന്നു. അത് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പുള്ളിയുടെ വണ്ടി കരണം കുത്തി മറിഞ്ഞിട്ടും പുള്ളിക്ക് അപകടങ്ങളൊന്നും ഉണ്ടായില്ല, രക്ഷപ്പെട്ടു. ആളുകളൊക്കെ ഈ ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ ഡ്രൈവിംഗ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ പരിചയമില്ലാത്ത റോഡിലൂടെ പോകുമ്പോൾ അതിന്റെ വളവുകളും തിരിവുകളെയും കുറിച്ച് ധാരണയില്ലെങ്കിൽ വേഗത കുറച്ച് യാത്ര ചെയ്യുകയും വേണം. എന്തെങ്കിലും അലൈൻമെന്റ് സംബന്ധിച്ച വിഷയമുണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.